യുദ്ധം ഇപ്പോൾ 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ കണ്ണുകൾ അമേരിക്കയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. മാസങ്ങൾക്കകം യുദ്ധം അവസാനിക്കുമെന്ന മുൻ അവകാശവാദങ്ങളിൽ നിന്ന് മാറി ഇന്ന് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദവും നയതന്ത്ര പ്രതിസന്ധിയുമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നേരിടുന്നത്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ പുലർത്തുന്ന വ്യക്തമായ ഇരട്ടത്താപ്പാണ്. ഒരു വശത്ത് അമേരിക്കയുടെ സൈനിക ശേഷിയും ആയുധശേഖരവും ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും ശക്തമാണെന്ന് വീമ്പിളക്കുമ്പോൾ, മറുവശത്ത് ആയുധക്ഷാമം മറച്ചുവെക്കാനും ചോർച്ചക്കാരെ വേട്ടയാടാനുമാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നത്. ഈ വൈരുദ്ധ്യം അമേരിക്കൻ പ്രതിരോധ നയത്തിന്റെ പൊള്ളത്തരങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ പ്രധാന ആയുധശേഖരങ്ങൾ അതിവേഗം കാലിയാകുന്നുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. റോയിട്ടേഴ്സ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ദീർഘദൂര മിസൈലുകളായ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം, ലോകപ്രശസ്തമായ പാട്രിയറ്റ് മിസൈലുകൾ, താഡ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെയെല്ലാം ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി തിങ്ക് ടാങ്കായ CIASന്റെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന പാട്രിയറ്റ് മിസൈലുകളുടെ 1/3 മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ പക്കലുള്ളത്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പരസ്യമായി നിഷേധിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അമേരിക്കയുടെ പക്കൽ അളവറ്റ ആയുധശേഖരമുണ്ടെന്നും ചില ആയുധങ്ങൾ പരിധിയില്ലാത്ത വിതരണത്തിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇവിടെയാണ് ട്രംപിന്റെ നയത്തിലെയും പ്രസ്താവനകളിലെയും വലിയൊരു ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത്. തങ്ങളുടെ പക്കൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ പെന്റഗൺ രഹസ്യങ്ങൾ ചോർന്നുവെന്ന വാർത്തകൾക്കെതിരെ അദ്ദേഹം കടുത്ത നടപടികളുമായി രംഗത്ത് വന്നിരുന്നു. ആയുധക്ഷാമം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടവരെ രാജ്യദ്രോഹികൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവർക്ക് ദീർഘകാല ജയിൽ ശിക്ഷ നൽകുമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ അദ്ദേഹം വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാൻ പെന്റഗണിൽ കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. തങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം വിവരങ്ങൾ ചോരുന്നതിൽ ട്രംപ് ഇത്രയധികം പരിഭ്രാന്തനാകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ ഇരട്ടത്താപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക നീക്കങ്ങളിൽ നിന്നാണ്. ആയുധക്ഷാമമില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ തന്നെ പെന്റഗൺ പുതിയ അടിയന്തര ഫണ്ടിനായി സെനറ്റിനെ സമീപിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. സൈനികർക്ക് ശമ്പളം നൽകുന്നതിനും ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും വേഗത്തിൽ നിറയ്ക്കുന്നതിനുമായി മൊത്തം $87 ബില്യൺ അടിയന്തര ഫണ്ടാണ് പ്രതിരോധ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ പാട്രിയറ്റ്, ടോമാഹോക്ക് മിസൈലുകളുടെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കാനും അമേരിക്ക നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ശേഖരത്തിൽ യാതൊരു കുറവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശതകോടികളുടെ അടിയന്തര ഫണ്ടും പുതിയ ഉൽപാദന പ്ലാന്റുകളും? ഈ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നത് ട്രംപ് തന്റെ രാഷ്ട്രീയമുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം യാഥാർത്ഥ്യങ്ങളെ ബോധപൂർവ്വം മറച്ചുപിടിക്കുന്നു എന്നതാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ട്രംപിന്റെ ഇരട്ടത്താപ്പിന് ആക്കം കൂട്ടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ ട്രംപ് വലിയൊരു കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായി ഒരു ഇടക്കാല കരാറിലെത്തി കടലിടുക്കിന്റെ നിയന്ത്രണം അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് ഫെബ്രുവരിയിലെ ആക്രമണത്തിന് ശേഷം ഇറാന് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും ട്രംപ് ഭരണകൂടത്തിന്റെ പരാജയവുമായി വിലയിരുത്തപ്പെടും. മറുവശത്ത് യുദ്ധം കടുപ്പിച്ചാൽ അത് നവംബറിൽ നടക്കാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പിനെ വൻതോതിൽ ബാധിക്കും. യുദ്ധങ്ങൾ ഒഴിവാക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ട്രംപിന് ഈ ജനപ്രീതിയില്ലാത്ത യുദ്ധം വലിയ രാഷ്ട്രീയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം അമേരിക്കക്കുള്ളിൽ രാഷ്ട്രീയ സമ്മർദ്ദവും വർദ്ധിക്കുകയാണ്. നവംബറിലെ നിർണായക ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് ട്രംപിന് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ അകറ്റി നിർത്തുമെന്നും ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധം നീളുന്നതോടെ ആ വാഗ്ദാനങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ട്രംപ് ഇന്ന് 2 വ്യത്യസ്ത സന്ദേശങ്ങളാണ് ഒരേ സമയം ലോകത്തിന് നൽകുന്നത്. ഒന്നാമത്തേത് സമാധാനത്തിനും ചർച്ചകൾക്കുമുള്ള ആഹ്വാനം. രണ്ടാമത്തേത് സൈനിക സമ്മർദ്ദവും കൂടുതൽ ആക്രമണങ്ങളുടെ മുന്നറിയിപ്പും. ഈ 2 സമീപനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നിലവിലെ അമേരിക്കൻ നയമെന്ന വിലയിരുത്തലാണ് പല വിദഗ്ധരും നടത്തുന്നത്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ അദ്ദേഹത്തിന്റെ മുൻകാല വാഗ്ദാനങ്ങളുടെയും ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുടെയും വലിയൊരു വൈരുദ്ധ്യമാണ് കാണിച്ചു തരുന്നത്. അമേരിക്കൻ ജനതയുടെയും ആഗോള സമൂഹത്തിന്റെയും മുമ്പിൽ തങ്ങൾ ശക്തരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ആയുധക്ഷാമവും സാമ്പത്തിക സമ്മർദ്ദവും ഭരണകൂടത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നവംബറിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെയും അതേസമയം യുദ്ധം തുടരാൻ ആയുധമില്ലാതെയും ബുദ്ധിമുട്ടുന്ന ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പ് നയം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധികളിൽ ഒന്നായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പരുങ്ങലിൽ നിന്ന് ട്രംപ് എങ്ങനെ കരകയറുമെന്നത് വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു.